ഓരോരുത്തരും അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത് നാളേക്ക് വേണ്ടിയാണ്. ഇന്ന് അധ്വാനിച്ചെങ്കിൽ മാത്രമേ നാളെ ജീവിതം മുന്നോട്ട് പോകൂ എന്നതിനാൽ ഏതൊരു സാധാരണക്കാരനും ഇന്ന് പണിയെടുക്കാൻ നിർബന്ധിതനാകുന്നു. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഉദാഹരണത്തിന് പലരും അറപ്പോടെ മാറി നിൽക്കുന്ന വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന തൊഴിൽ തുടങ്ങി റിസ്ക് ഉള്ളതിനാൽ അല്പം ഭയത്തോടെ മാറി നിൽക്കുന്ന തൊഴിൽ ചെയ്യുന്നവരുമുണ്ട്. ഒപ്പം ഓഫീസ് സംബന്ധമായ ജോലിയിൽ ഏർപ്പെടുന്നവരുമുണ്ട്. ഏത് തൊഴിലാണെങ്കിലും അതിനൊരു മഹത്വമുണ്ട്. കാരണം ആരെയും കൊല്ലാനോ പിടിച്ചു പറിക്കാനോ പോവാതെ അധ്വാനിച്ച് നേരായ രീതിയിൽ സമൂഹത്തെയും കുടുംബത്തെയും സേവിക്കുക എന്നതാണ് ഓരോ തൊഴിലിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഏതുതരം റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവരാണ് നമ്മിൽ പലരും. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. തിരൂർ കുറ്റിപ്പുറത്ത് നടന്ന സംഭവം എന്ന പേരിലാണ് ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഞാൻ കാണുന്നത്. ഇത് എവിടെ നടന്നതാണെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും ഉള്ളൊന്ന് പിടയും, കണ്ണറിയാതെ നിറയും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇതുപോലെ എല്ലാം മറന്ന് കഷ്ടപ്പെടുന്ന ആ ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കാരണം ഇതൊരു സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനോടകം അനേകർ കണ്ട് ഷെയർ ചെയ്ത ഈ വീഡിയോയുടെ അടിയിൽ ധാരാളം കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. പലരും വീഡിയോയിലുള്ള വ്യക്തിയെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ കണ്ടു. വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ ചെയ്യുന്ന മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞവരും ഉണ്ട്. വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇതിലുള്ളത് ഒരു KCB ഉദ്യോഗസ്ഥനാണ്. എളുപ്പത്തിൽ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നിരിക്കാം. കാരണം ഒരു ലാഡർ ചാരി വയ്ക്കാനാണെങ്കിൽ അതിനൊരു മാർഗം അവിടെ ഇല്ല. പോസ്റ്റിൽ നിന്ന് കുറച്ച് അകലെയായാണ് മരക്കൊമ്പ് വീണ് കിടക്കുന്നത്. കൊമ്പ് വീണ് കിടക്കുന്നിടത്തേക്ക് അത്യാവശ്യം നല്ല ഉയരവുമുണ്ട്. തൊട്ടടുത്ത് മരമൊന്നും കാണാത്തത് കൊണ്ട് മരത്തിൽ ചാരുക എന്നൊരു ഓപ്ഷനും അവിടെ ഇല്ല. ആ മരക്കൊമ്പ് ഒരുപക്ഷെ കാറ്റിൽപ്പെട്ട് മരത്തിൽ നിന്ന് കുറച്ച് അകലെയായി വന്ന് വീണതാവാം. നമുക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റിസ്ക് ഉള്ള ഈ ജോലി ഏറ്റെടുക്കാൻ കൂട്ടത്തിൽ താഴ്ന്ന ഉദ്യോഗസ്ഥരാകും നിർബന്ധിതരാകുക. നമുക്കറിയാം KCBയിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവർ ധാരാളമുണ്ട്. അവർക്കാകും ഇത്തരം ശ്രമകരമായ ജോലികൾ കിട്ടുക. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതിനാൽ സ്ഥിരമായി ഇത്തരം റിസ്ക് ഉള്ള ജോലികൾ ഏറ്റെടുക്കേണ്ടി വരുന്നവരും ഉണ്ടാകും. അതിപ്പോൾ ഏതൊരു ജോലിയാണെങ്കിലും കൂട്ടത്തിൽ റാങ്ക് കുറവുള്ളവനാവും കൂടുതൽ പണി കിട്ടുക. ഗതികേട് കൊണ്ട് പലപ്പോഴും ആ വ്യക്തിക്ക് അത് മിക്കപ്പോഴും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകളിൽ പലതും ആ വ്യക്തിക്കുള്ള ഉപദേശങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയിരുന്നു. കമൻ്റ് ഇട്ടവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹം അവിടെ അങ്ങനെ കയറേണ്ടി വന്നത് ആരുടെയും മുന്നിൽ ഒരു പ്രഹസനത്തിനോ വലിയ മികവ് കാണിക്കാനോ ഒന്നുമല്ല. അങ്ങനെ കയറുകയല്ലാതെ മറ്റൊരു മാർഗം അദ്ദേഹത്തിന് മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതായതുകൊണ്ടാണ്. അതുപോലെ ആ വ്യക്തി ആ ജോലി ചെയ്തത് ഈ സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. എനിക്കും നിനക്കും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ കൂടിയാണ്. സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചുകൂടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ സംവിധാനങ്ങൾ ഇത്തരം ജോലികൾക്ക് എത്രത്തോളം സുരക്ഷാ മാർഗങ്ങൾ നൽകുന്നുണ്ട് എന്നതും അത് നടപ്പിൽ വരുത്താൻ എത്ര സമയം വേണ്ടിവരും എന്നുള്ളതും ഒരു ചോദ്യമാണ്. മുകളിലുള്ളവർ എന്ത് തന്നെ ചെയ്താലും, നടപടികൾ വൈകിച്ചാലും, വൈദ്യുതി അല്പനേരത്തേക്കൊന്ന് മുടങ്ങിയാൽ ആദ്യം പഴി കേൾക്കുന്നതും ശകാരം കേൾക്കേണ്ടി വരുന്നതും ഈ പാവങ്ങൾക്ക് തന്നെയായിരിക്കും.